ഡിവൈൻ ബ്ലെസ്സിങ്സിലേക്കുള്ള നന്ദിയും വന്ദനവും അറിയിക്കുന്നു. എല്ലാ TV പ്രേക്ഷകരോടുമുള്ള ആത്മാർത്ഥതയ്ക്കുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ സഹകരണവും പ്രാർത്ഥനയും ഒക്കെ ഈ മിനിസ്ട്രി ഇത്രത്തോളം വലുതാകുവാൻ യേശു കർത്താവ് ഇടയാക്കി. ഇതെല്ലാം ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ. ഈ സമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു വേദഭാഗം വായിക്കാം. 37-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാമത്തെ വാക്യം വായിക്കുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കാം, അവൻ അത് നിർവഹിക്കും. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കാം, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. നമ്മുടെ വഴി ദൈവത്തിൻ്റെ വഴിയായിരിക്കണം. നമ്മുടെ വഴി ദൈവത്തിങ്കിലേക്ക് ഏൽപ്പിച്ചാൽ, ആ വഴി ദൈവത്തിൽ ആശ്രയിച്ചാൽ, ആ വഴിയിൽ നാം പരാജിതരാകത്തില്ല, നാം ജയാളികളായി മാറുവാനിടയായിത്തീരും. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പരാജയം പറ്റുന്നതിൻ്റെ കാരണം നാം നമ്മുടെ വഴിയെ പോകുന്നതുകൊണ്ടാണ്. ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകുന്നത് കൊണ്ട് പരാജയം വരുത്തില്ല എന്ന് ഞാൻ പറയുകയില്ല, പ്രതികൂലങ്ങൾ വരികയില്ല എന്ന് ഞാൻ പറയുകയില്ല. ദൈവത്തിൻ്റെ വഴിയിലൂടെ പോകുമ്പോൾ പരാജയങ്ങൾ വരാം, പ്രതികൂലങ്ങൾ വരാം. പക്ഷേ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ നഷ്ടവും ദോഷവുമായി തീരുകയില്ല. നമുക്ക് പരാജയമെന്ന് തോന്നും, കർത്താവിനത് പരാജയമല്ല. നമുക്ക് തോൽവി എന്ന് തോന്നും, കർത്താവിനത് തോൽവിയല്ല. യേശു കർത്താവിനെ കാൽവരി ക്രൂശിൽ തറച്ചു കഴിഞ്ഞപ്പോൾ ധാരാളം ജനം ചിന്തിച്ചു, തീർന്നു, എല്ലാം അസ്തമിച്ചു, പരാജയപ്പെട്ടു. 3-ാം നാൾ ഉയർത്തെഴുന്നേൽക്കും എന്നൊരു വാക്ക് പറഞ്ഞത് അവർക്കറിയാം. അതുകൊണ്ട് സ്പെഷ്യൽ സെക്യൂരിറ്റിയെ വെച്ചു, സ്പെഷ്യൽ മുദ്രകൾ വെച്ചു. പക്ഷേ സ്വർഗത്തിലെ കർത്താവ് അതെല്ലാം പൊട്ടിച്ചുകൊണ്ട് വെളിയിൽ വന്നു. പിശാച് ഒരു സൈഡിൽ പറയും പരാജയപ്പെട്ടു, തോറ്റു, ഇനിയും വിജയമില്ല എന്ന് പറയും. പക്ഷേ അതിനപ്പുറത്ത് നമുക്കൊരു വിജയമുണ്ട്. ഒരിക്കൽ യേശു കർത്താവും തൻ്റെ ശിഷ്യന്മാരും ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. സിസ്റ്റർ സരസു, പരിശുദ്ധാത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ഭവനത്തിനകത്ത് ചിലതിൻ്റെ ഭാവി വിവാഹം, ചില വിഷയങ്ങൾക്കകത്ത് മുടക്കം വന്ന് കിടക്കുകയാണ്. അത് നടക്കത്തില്ല, ചിലതിന് വിധേയപ്പെടുന്നില്ല, ഇഷ്ടപ്പെടുന്നില്ല വിവാഹം. എന്നാൽ കർത്താവ് അതിനകത്തൊരു അസാധാരണമായ വിടുതൽ കൽപ്പിക്കാൻ പോവുകയാണ്. ചിലതിൻ്റെ ജീവിത നിലവാരം മുഴുവൻ മാറ്റിമറിക്കാൻ പോവുകയാണ്, ജീവിതം മാറ്റാൻ പോവുകയാണ്. നിന്റെ മുടങ്ങിക്കിടന്ന സകല വഴികളും കർത്താവ് നിനക്ക് വേണ്ടി ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ ഇങ്ങനെ വായിക്കുന്നു, വലുതും സബലവുമായൊരു വാതിൽ എനിക്ക് വേണ്ടി തുറന്നിരിക്കുന്നു, എതിരാളികളും പലരുണ്ട്. പൗലോസിന്റെ മുൻപിൽ മിനിസ്ട്രിക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു, പക്ഷേ എതിരുണ്ട്. പക്ഷേ ആ എതിരുകൾക്കൊന്നിനും പൗലോസിനെ കീഴ്പ്പെടുത്തുവാൻ തക്കവണ്ണം കഴിയുകയില്ല. എതിരുണ്ട്, വരട്ടെ, അതിൻ്റെ മുൻപിൽ നീ തളർന്നു പോകരുത്. നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾക്ക് ഇപ്പുറത്ത് വെച്ച് പലവിധ പ്രശ്നങ്ങളും പ്രതിബന്ധങ്ങളും കടന്നു വരാം. പക്ഷേ അതിനപ്പുറത്ത് ഒരസാധാരണമായ വിജയം കർത്താവ് നൽകിത്തരാൻ പോവുകയാണ്.
നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക. നിന്റെ വിദ്യാഭ്യാസം, നിന്റെ ഭവനം പണി, നിന്റെ വിവാഹം, നിന്റെ വിദേശ യാത്ര, നിന്റെ അഡ്മിഷൻ, ഇതെല്ലാം യഹോവയെ ഭരമേൽപ്പിക്കുക. അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് അവനത് നിറവേറ്റുവാൻ ശക്തനാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവത്തിലെയും അവൻ എന്നെ വിശാലതയിലേക്ക് കൊണ്ടുവന്നു. എന്നിൽ പ്രസാദിച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ വിടുവിച്ചു. ഈ വിശാലതയിലേക്ക് വരാനുള്ള കാരണം കർത്താവ് നിന്നിൽ പ്രസാദിച്ചത് കൊണ്ടാണ്. അതിൻ്റെ അർത്ഥം നീ ദൈവത്തിൻ്റെ വഴിയിലൂടെ യാത്ര ചെയ്തു എന്നുള്ളതാണ്. ചിലർ ഷോർട്ട് കട്ട് കയറി അനുഗ്രഹം പ്രാപിക്കാൻ നോക്കും. അത് ദൈവത്തിൻ്റെ വഴിയല്ല, അത് പിശാചിൻ്റെ വഴിയാണ്. ദൈവത്തിൻ്റെ വഴി എപ്പോഴും നേരുള്ള വഴിയായിരിക്കും. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, സങ്കീർത്തനം 18:30 പറഞ്ഞിരിക്കുന്നു, ദൈവത്തിൻ്റെ വഴി തികവുള്ളത്, യഹോവയുടെ വചനം ഊതിക്കഴിച്ചത്, തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാകുന്നു. തന്നെ ശരണമാക്കുന്ന ഏവർക്കും അവൻ പരിചയാണ്. ദൈവത്തിൻ്റെ വഴി തികവുള്ളതാണ്. അതിനകത്ത് മാലിന്യമില്ല, അതിനകത്ത് തട്ടിപ്പില്ല, അതിനകത്തൊന്നുമില്ല. അനേകരുടെ അടുത്ത് വാതിൽ വഴിക്ക് വേണ്ടിയൊക്കെ പോകും. കാശ് നഷ്ടം, വിസ തട്ടിപ്പ്, അവിടെ ചെന്ന് കഴിഞ്ഞ് ജോലിയില്ല, ശമ്പളമില്ലാതിരിക്കുന്നു, പല പ്രശ്നങ്ങൾ. എന്നാൽ ദൈവത്തിൻ്റെ വഴി വളരെ വിശാലമാണ്. ഒരിക്കൽ ഒരാൾ ഹെൽപ്പർ പണിക്ക് വേണ്ടി ഇവിടുന്ന് വിദേശത്തേക്ക് പോകാനെല്ലാം പ്ലാൻ ചെയ്തു. വെളിയിൽ കിടന്നുള്ള പണിയാണ്, വളരെ മനപ്രയാസം ഒക്കെ ഉണ്ടെങ്കിലും വീടിൻ്റെ സിറ്റുവേഷൻ ഓർത്തപ്പോൾ പോകണം എന്ന് പോകാൻ തീരുമാനിച്ചു. എന്നാൽ പോകാനുള്ള ആ ദിവസം എയർപോർട്ടിൽ ചെന്നെങ്കിലും പോകാൻ പറ്റിയില്ല, തിരിച്ചു പോന്നു. അങ്ങനെ വളരെ മനപ്രയാസപ്പെട്ട് ഇനിയും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. പിന്നെയും കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും ടിക്കറ്റൊക്കെ വന്ന് കമ്പനി അയച്ചു കൊടുത്ത് പോയി. അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ജോലി സൂപ്പർ മാർക്കറ്റിലാണ്. ആദ്യത്തെ ജോലി വെയിലത്ത് ഇച്ചിരി ഡിലേ ആയി. ദൈവത്തിൻ്റെ വഴിയിലേക്കായപ്പോൾ, ദൈവത്തിൻ്റെ ടൈം ആയപ്പോൾ വെയിൽ കൊള്ളാതെ സൂപ്പർ മാർക്കറ്റിലുള്ള ഒരു ജോലിയിലേക്ക്. ദൈവം ചില കാര്യങ്ങൾ, ചിലപ്പോൾ ചില തടസ്സങ്ങൾ നമുക്ക് വരാം. അന്നേരം ദൈവസേനയിൽ പിറുപിറുക്കരുത്. ഈ വ്യക്തിയുടെ ഹൃദയത്തിൽ ഒരുപാട് നീറുന്ന അനുഭവം, ദുഃഖത്തിൻ്റെ വാക്ക്, നിരാശയുടെ വാക്ക്, ഇനി പോകുന്നില്ല, എനിക്കിനി ഒരു നന്മയില്ല, ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ തക്ക സമയമായപ്പോൾ കർത്താവ് ഒരു നന്മയുടെ വഴി ഒരുക്കി. ദൈവാത്മാവ് ഒരു കാര്യം ഓർപ്പിക്കുന്നു. ചാണ്ടി ഉമ്മൻ എന്ന് പറയുന്ന ഒരു യൗവനക്കാരൻ, ആ യൗവനക്കാരന്റെ മേൽ ദൈവത്തിൻ്റെ ഒരു വലിയ നീതി വെളിപ്പെടും. ആ യൗവനക്കാരൻ ഡൽഹിയുമായൊക്കെയും ബന്ധപ്പെട്ട് നീങ്ങിയ ഒരാളാണ്. ആ വ്യക്തിയുടെ മേൽ ദൈവം ഒരു പരമാധികാരം, ഒരു സ്ഥാനം, ഒരു നന്മ, ഒരനുഗ്രഹം ദൈവം കൊടുക്കും. കുറിയാക്കോസ് എന്ന് പറയുന്ന ഒരാൾ ശ്രദ്ധിക്കുന്നുണ്ട്. നിനക്കൊരു നന്മയുമില്ലെന്ന് തോന്നിയാലും ഒരു നന്മയുടെ ഘട്ടത്തിലേക്ക് നീ കയറാൻ പോവുക. അതിനുവേണ്ടി മുട്ടിട്ട് നിൽക്കുന്ന ചില സാഹചര്യങ്ങൾ വിടർന്നു വരാൻ പോകുന്നു. നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക. അവൻ അത് നിർവഹിക്കും, അവനത് നടത്തിത്തരുവാൻ ശക്തനാണ്. നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, നമ്മുടെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ. യെശയ്യാവിൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല,
നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്ന പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. നമ്മുടെ വിചാരം, നമ്മുടെ വഴി, ഇതെല്ലാം ദൈവത്തിൻ്റെതിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ നമ്മുടെ വഴികളേക്കാൾ നമ്മുടെ വിചാരങ്ങളേക്കാൾ വ്യത്യസ്തമായതും വലുതുമാണ് ദൈവത്തിൻ്റെ വിചാരവും വഴിയും. ഒരിക്കൽ യേശു ശിഷ്യന്മാരും പടകിൽ യാത്ര ചെയ്ത് അക്കരയ്ക്ക് പോകുമ്പോൾ ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി. ഈ അതിഭയങ്കര കൊടുങ്കാറ്റും പടക് മുങ്ങുമെന്നൊക്കെ തോന്നിയപ്പോൾ ശിഷ്യന്മാർ യേശുവിനെ വിളിച്ചിട്ട് ചോദിച്ചു, ഞങ്ങൾ നശിക്കുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? യേശു എഴുന്നേറ്റ് ആ കാറ്റിനെ ശാസിച്ചു, കടലിനെ ശാസിച്ചു, അതെല്ലാം ശാന്തമായി. യേശു കർത്താവിന് വേണമെങ്കിൽ ഈ കുലുക്കമില്ലാതെ ഈ വെള്ളത്തിലൂടെ പോകാതെ തന്നെ വെള്ളത്തിൻ്റെ മുകളിലൂടെ പൊക്കിപ്പിടിച്ച് അപ്പുറത്ത് കൊണ്ട് വെക്കാനൊക്കെ യേശുപ്പച്ചന് കഴിയും. എന്നാൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കിയത്, പ്രശ്നം വരട്ടെ, പ്രശ്നത്തിന് നടുവിൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ നമ്മെ മറുകര എത്തിക്കുന്നവനാ നമ്മുടെ യേശു കർത്താവ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്, വന്നത് വളരെ നല്ലതായി. കാരണം ഒരുപാട് പ്രാർത്ഥിക്കാനും നല്ല ജീവിതം ചെയ്യുവാനും ഒരു ടേണിംഗ് പോയിന്റിലേക്ക് വരുവാനും ഒക്കെ കാരണമായി തീർന്നു. പ്രശ്നങ്ങൾ എപ്പോഴും നമുക്കൊരു പ്രമോഷനാണ്. പ്രതികൂലങ്ങൾ എപ്പോഴും നമ്മെ നല്ല നിലയിൽ എത്തിക്കാനാണ്. ഒരിക്കൽ യാക്കോബ് പറഞ്ഞു, സകലവും എനിക്ക് പ്രതികൂലം. എൻ്റെ മകൻ നഷ്ടപ്പെട്ടു, എൻ്റെ ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു, ക്ഷാമം, വലിയ പ്രശ്നം. അത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ യാക്കോബ് പറയുക, സകലവും എനിക്ക് പ്രതികൂലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇതാ ഒരു രഥം വരുന്നു. ദൈവത്തിൻ്റെ വഴി നോക്കിക്കേ, ദൈവത്തിൻ്റെ പ്ലാൻ നോക്കിക്കേ. നിൻ്റെ വഴി, നിൻ്റെ വിചാരം എല്ലാം പ്രതികൂലമെന്നുള്ളത്. എന്നാൽ യേശുവിൻ്റെ വഴി, യേശുവിൻ്റെ വിചാരം എല്ലാം ചൈതന്യം നൽകുന്നതാക്കി മാറ്റി. ഇന്ന് ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ, പ്രതിസന്ധികൾ, ആവലാതികൾ, ദുഃഖങ്ങൾ, പരാധീനതകൾ, പരാതികൾ, നിങ്ങളുടെ കംപ്ലൈൻറ്റുകൾ എല്ലാം ഒരു ജയമായി മാറാൻ പോവുകയാണ്, ഒരു അനുഗ്രഹമായി മാറാൻ പോവുകയാണ്. ജോസഫിൻ്റെ ജീവിതത്തിൽ അവൻ്റെ വഴികൾ പൊട്ടക്കിണറ്റിലേക്ക് അവനെ കൊണ്ടിട്ടു, തീർന്നു ചെയ്യിച്ചു. അവൻ്റെ വഴികൾ അടിമച്ചന്തയിൽ വിറ്റു. അവൻ്റെ വഴികൾ അവൻ കാരാഗ്രഹത്തിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ ദൈവത്തിൻ്റെ വഴി അവൻ ഗവർണറാകുക എന്നുള്ളതാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വഴി, പൊസിഷൻ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി ദൈവം നൽകാൻ പോവുകയാണ്. വാതിലുകൾ തുറക്കാൻ പോവുകയാണ്. നിന്നോട് ദൈവം പറഞ്ഞ ചില വാഗ്ദത്തങ്ങൾ മുറുകെ പിടിച്ചുകൊള്ളുക. അതിനപ്പുറത്ത് ചില കാര്യങ്ങൾ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരും. കർത്താവ് ഒരുക്കിയിട്ടുള്ള ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നാത്ത ശ്രേഷ്ഠകരമായ കാര്യമാണ് കർത്താവ് നമുക്ക് തന്നിട്ടുള്ളത്. ആ കർത്താവിനെ മുറുകെ പിടിക്കുക, ആ കർത്താവിന് വേണ്ടി ജീവിക്കുക, ഈ കർത്താവിനെ സ്നേഹിക്കുക, ഈ യേശുവിൻ്റെ പാദങ്ങളിൽ വീഴുക, ഈ യേശുവിന് വേണ്ടി ജീവിക്കുക. നിന്റെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി. ദൈവത്തിൻ്റെ വഴിയിലേക്ക് നാം എത്തിച്ചേരുമ്പോൾ ആ കർത്താവ് നമ്മെ കൈക്ക് പിടിച്ച് ഓരോ മിനിറ്റും ഓരോ ദിവസവും ആ കർത്താവ് നമ്മെ ഉയർത്തുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. നമ്മുടെ വഴിയല്ല ദൈവത്തിൻ്റെ വഴി, നമ്മുടെ പ്ലാനല്ല ദൈവത്തിൻ്റെ പ്ലാൻ, അതിനേക്കാൾ വലുതാണ്. ദാവീദ്
അതുല്ലാഹാം ഗുഹയിൽ ഇരിക്കേണ്ടി വന്നു. മരുഭൂമിയിലൂടെ ഓടേണ്ടി വന്നു. ഒരുപാട് പ്രതികൂലങ്ങൾ സഹിച്ചു. എങ്കിലും അവനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വഴി, പിന്നത്തേതിൽ അവൻ സിംഹാസനസ്ഥനായി, അവൻ രാജാവായി. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്ത് അനുഭവിക്കുന്ന കഷ്ടങ്ങൾ ഓർത്ത് നിരാശപ്പെടണ്ട, ഭാരപ്പെടണ്ട. അതിനപ്പുറത്ത് കർത്താവ് നിങ്ങൾക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. വലിയ വിടുതലുകൾ യേശു നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പോവുകയാണ്. ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഇന്ന് ഈ സമയം നിങ്ങൾ സമർപ്പിച്ചു. കർത്താവ് ഒരു അത്ഭുതകരമായിട്ടുള്ള വിടുതൽ കൽപ്പിക്കാൻ പോവുകയാണ്. നേഹ, ദൈവത്തിൻ്റെ ആത്മാവ് നേഹ നിന്നോട് ഓർപ്പിക്കുന്നു. കർത്താവ് നിനക്ക് വേണ്ടി ചില അത്ഭുതകരമായ വാതിലുകൾ തുറക്കാൻ പോവുക നിന്റെ കുടുംബത്തിൽ. മാത്യു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി നിന്റെ കുടുംബത്തിൽ പ്രാർത്ഥിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു. ജീവിതം മുഴുവൻ മാറിമറിയാൻ പോകുന്നു. ജീവിതം മുഴുവൻ കർത്താവ് ഒരു സ്പെഷ്യൽ അനോയിൻറ്റിങ് തന്ന് നിന്നെ മുമ്പോട്ട് നടത്തും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്, ഒരു പ്രോജക്റ്റ് നിന്നിൽ നടക്കാൻ പോവുകയാണ്. അതുകൊണ്ട് നിന്റെ വഴിയേക്കാൾ ഒരു വലിയ വഴിയിലേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്യാൻ പോവുകയാണ്. ഒരു ഡിവൈൻ കണക്ഷൻ കർത്താവ് നിനക്ക് തരാൻ പോകുന്നു. അതുകൊണ്ട് അതിനായി പ്രാർത്ഥിച്ചു കൊള്ളുക. പ്രാർത്ഥനയിൽ നീ മുടക്കം വരുത്തരുത്. നിന്റെ വീടിനകത്ത് ഒരു ഭയങ്കരമേറിയ ദൈവപ്രവൃത്തി സംഭവിക്കാൻ പോകുന്നു. ഇവിടെ എഴുതിയിരിക്കുന്നു, നമ്മുടെ വഴി അല്ല ദൈവത്തിൻ്റെ വഴി, നമ്മുടെ പ്ലാൻ അല്ല ദൈവത്തിൻ്റെ പ്ലാൻ. അതിനപ്പുറത്ത് ഒരു വലിയ ദൈവപ്രവൃത്തി നമ്മളിലും നമ്മുടെ കുടുംബങ്ങളിലും സംഭവിക്കാൻ പോകുന്നു. ഇന്ന് തന്നെ ശ്രദ്ധിക്കുന്ന ദൈവത്തിലെ പ്രിയപ്പെട്ട മാതാവേ, പിതാവേ, നിങ്ങളുടെ കുഞ്ഞിൻ്റെ ഒരു അഡ്മിഷൻ സംബന്ധിച്ച് എൻട്രൻസ് എഴുതാൻ പറ്റിയില്ലല്ലോ, എൻട്രൻസിന് കിട്ടിയില്ലല്ലോ, എന്താകും, എങ്ങനെയാകും എന്ന് നീ ഭാരപ്പെടുമ്പോൾ നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിച്ചാൽ ഏറ്റവും ഉത്തമമായ ഒരു വഴി കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരും. ഏറ്റവും സഫലമായ ഒരു വാതിൽ കർത്താവ് നിനക്ക് വേണ്ടി തുറന്നു തരും. ഇന്ന് ആ കർത്താവിൻ്റെ കയ്യിലേക്ക് നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറക്കാൻ പോകുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവ് തുറക്കുന്ന വഴി വിശാലതയുള്ള വഴിയാണ്, വലിയ ഒരു വഴിയാണ്, ഒരത്ഭുതത്തിൻ്റെ വഴിയാണ്. നിങ്ങളുടെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ലാത്ത ഒരു വഴിയാ കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നു. സിസ്റ്റർ മറിയാമ്മ, ദൈവത്തിൻ്റെ ആത്മാവ് നിന്നോട് ഓർപ്പിക്കുന്നു, നിന്റെ ജീവിതത്തിൽ ദൈവം ഒരുക്കിയ വഴികൾ നീ ഒരിക്കലും മറക്കരുത്. ദൈവം നിന്നെ നടത്തി. പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടന്നപ്പോൾ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വിശ്വസ്തത എത്രയോ വലുതാണ്. എന്നാൽ ഈ ദിവസങ്ങൾ നിന്റെ ജീവിതം അല്പമായ ചില കഷ്ടത്തിലൂടെ പോകേണ്ടി വന്നു. പക്ഷേ അതിനപ്പുറത്ത് എല്ലാം ഒരു ബ്ലെസ്സിംഗ് ആയി കർത്താവ് മാറ്റും. ഇനിയും നിനക്കൊരുപാട് നന്മകൾ കണ്ട് സന്തോഷിപ്പാനുണ്ട്. അതുകൊണ്ട് ഭയപ്പെടണ്ട. നിന്നെ കീഴ്പ്പെടുത്തുന്ന, ഭയപ്പെടുത്തുന്ന ചില രോഗശക്തികൾ നിന്നെ കാർന്നു തിന്നുന്നോ എന്ന് നിനക്ക് തോന്നും. ഇല്ല, അതിൻ്റെ നടുവിൽ കർത്താവ് നിനക്കൊരു പ്രൊട്ടക്ഷൻ തരും. നിന്റെ ജനറേഷനിൽ വരെ ഇനിയൊരു ആത്മീക ഉണർവും തീയും കർത്താവ് കത്തിക്കാൻ പോവുകയാണ്. നീ പ്രാർത്ഥിച്ചു. മഹാരാഷ്ട്രയിൽ ഒരു വലിയ നന്മ ദൈവം നിനക്ക് വേണ്ടി പിന്നെയും തുറക്കും. നിന്റെ തലമുറയ്ക്ക് വേണ്ടി, ജനറേഷന് വേണ്ടി തുറക്കും എന്ന് ദൈവാത്മാവ് ഓർപ്പിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എല്ലാവരും കണ്ണുകൾ അടയ്ക്കാം. ഈ സമയം കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഒരു വഴി ഓപ്പൺ ചെയ്യാൻ പോകുന്നു. ഞങ്ങളുടെ പിതാവേ, ഈ ശ്രദ്ധിക്കുന്ന ഈ ജനത്തിനു വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. ഈ മക്കളെ അങ്ങ് ബ്ലസ് ചെയ്യണമേ.
ഏത് വിഷയത്തിൽ ഭാരത്തോടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നോ അവരുടെ മേലൊരു വിടുതൽ യേശു ഇപ്പോൾ കൊടുക്കണമേ. യേശുവേ ഇപ്പോൾ കൊടുക്കണമേ. ആ തുഷാരായുടെ പഠനത്തെ ഭാരപ്പെടുത്താൻ നിൽക്കുന്ന ആ പോരാട്ടം മാറിപ്പോട്ടെ. കർത്താവേ, അങ്ങൊരു അത്ഭുത വിടുതൽ യേശു കൽപ്പിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ വലിയ പ്രസൻസ്, കർത്താവേ, അങ്ങയുടെ വലിയ മഹത്വം വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ ശ്രദ്ധിക്കുന്ന എല്ലാ മക്കളെ അങ്ങ് ബ്ലസ് ചെയ്തതിന് നന്ദി. വാതിൽ തുറന്നതിന് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിന്റെ വഴി കർത്താവിനെ ഭരമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. ഗോഡ് ബ്ലസ് യു.